വിവാഹിത രീതിയിൽ ഇതിൽ അഭിനയിക്കുമ്പോൾ എത്ര വയസ്സുണ്ടാവും? 11 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. 7ാം ക്ലാസ് കഴിഞ്ഞു. ആണല്ലേ. എങ്ങനെയാണ് സാർ കണ്ടെത്തുന്നത്? കണ്ടെന്ന് വെച്ചാൽ ഇദ്ദേഹം കൊണ്ട് ഇതിൻ്റെ സഹോദരനുണ്ട് വിധുകൃഷ്ണൻ. ഇപ്പം ഇല്ല, ബിസിനസ്സിലാണ്. ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർ. 2 തരം പേരൻസ് ഉണ്ട്. ഇപ്പോൾ എനിക്കൊക്കെ കുറ്റപ്പെടുത്തി പറയല്ല, എൻ്റെ വീട്ടിലൊക്കെ ഇതിന് പോയി കഴിഞ്ഞാൽ കവളി മടൽ എന്താ പേര്, അത് വെച്ചാൽ കിട്ടുക സാധനം. അതിൻ്റെ ആവശ്യം എന്താ? പാടേണ്ട കാര്യം എന്താ? പ്രസംഗിക്കേണ്ട കാര്യം എന്താ? അഭിനയിക്കേണ്ട കാര്യം എന്താ? നേരെ മറിച്ച് ഇവരുടെ അമ്മയ്ക്ക് ഈ മക്കൾ അഭിനയിക്കുന്നതിനോട് വലിയ സന്തോഷമാണ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമ്മയുടെ കൂടെ അവർ രണ്ടുപേരുടെ ഒരിക്കൽ കണ്ടതെന്ന് എൻ്റെ ഓർമ്മ ശരിയാണോ? അമ്മയുടെ കൂടെ അല്ല, ആദ്യം വരുന്നത് എൻ്റെ അച്ഛൻ്റെ കൂടെയാണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചാണ്, അവിടെയാണ് ആദ്യമായിട്ട് കാണുന്നത്. സ്റ്റുഡിയോയിൽ അന്ന് സാറിൻ്റെ പിന്നെ ശേഷം കാഴ്ചയിലെ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി ശരി. അപ്പോഴാണ് കാണാൻ വരുന്നത്. അതിനു മുമ്പ് ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യമായിട്ട് സാറ് സമ്മാനം തരാൻ വന്നു, റോട്ടറി ക്ലബിൻ്റെ ഒരു. അത് എവിടെ വെച്ച് എനിക്ക് നിങ്ങളുടെ അമ്മയുടെ മോഹം മനസ്സിലാക്കുന്നത്. അമ്മ ഞാൻ വണ്ണമുള്ള സ്ഥിതിയിലായിരുന്നു. അതെ അതെ അതെ. അപ്പോൾ തന്നെ ഈ ചില ഞാൻ നേരത്തെ ചില പാട്ടുകൾ ചില വ്യക്തികളൊക്കെ മനസ്സിലാക്കും. വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് മക്കൾ അഭിനയിക്കണം, അതൊരു പ്രൊമോട്ട് ചെയ്യുന്ന പേരൻസ് ആയിരുന്നു. അങ്ങനെ അതിലേ മറ്റേ മടലിൻ്റെ കാര്യം പറഞ്ഞത്. പിന്നെ വേറൊരു സംഗതികൾ, ഇതിൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത്, ഇത് വരുന്ന സമയത്ത് എനിക്കൊരു പടമുണ്ട്. അവിടെയാണ് ഈ ഭാഗ്യം വരുന്നത്. നമ്മളെ ചിലപ്പം വർഷങ്ങളായിട്ട് എന്നും വിളിച്ച് ചാൻസ് തരണേന്ന് പറയുന്ന ആൾ നമ്മളൊരു പടം ചെയ്യുന്ന സമയത്ത് 2 ആഴ്ചത്തെ ലീവിന് മദ്രാസിൽ പോകും. ഈ 1 വർഷം വിളിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇവരെ കാണുന്ന സമയത്ത് എനിക്ക് ഒരു പടവും ഉണ്ട്, മാത്രമല്ല അതിൽ 2 ക്യാരക്ടേഴ്സ് വേണം എന്നെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ട്. ഒരു ബാച്ചലറായ എന്നെ ബാക്കിയുള്ള ആൾക്കാർ മുതലെടുക്കുന്നതാണ് കഥ. അപ്പോൾ അതിൽ ഒരാളിൻ്റെ 2 മക്കൾ, KPSC ഇന്നസെൻ്റ് 2 മക്കളാണ്. ഈ എനിക്ക് തോന്നുന്നു KPSC ഇന്നസെൻ്റ് ആദ്യമായിട്ട് പെയർ ചെയ്യുന്നതും വിവാഹിത രീതിയിൽ ആ കോമ്പിനേഷൻ. പിന്നെ അവരുടെ കോമ്പിനേഷൻ എത്രയോ ഇഷ്ടപ്പെട്ടില്ല. അവരുടെ മക്കളായിട്ട് വന്നത് എൻ്റെ പെടലേക്ക് കൊണ്ടുതരും, ഞാൻ നോക്കണം, ആഹാരം വെച്ച് കൊടുക്കണം. അങ്ങനെ അപ്പോൾ നോക്കിയപ്പോൾ 2നും നല്ല സൈസും ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ശരീരം കൊണ്ടും സാഹചര്യം കൊണ്ടും അനുകൂലമായപ്പോൾ അവർ നമ്മുടെ പടത്തിൽ 2 പേരും അഭിനയിച്ചു. ഇതും അല്ലേ? ഈ ആ പ്രായത്തിലൊക്കെ അഭിനയിക്കുമ്പോൾ അങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ടെന്ന്? അല്ല, ആ പ്രായത്തിൽ ഒരു ടെൻഷൻ ഒന്നുമില്ല ശ്രദ്ധിക്കട്ടെ. കാരണം ഞങ്ങളതിനു മുമ്പ് ഒരുപാട് ഈ സ്റ്റേജ് പ്രോഗ്രാംസിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഭരതനാട്യം, മോഹിനിയാട്ടം, അങ്ങനെ കഥകളി ഒരുപാട്. അങ്ങനെ അതിലൂടെ വന്നതായതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല. സാറ് പറഞ്ഞു ഒന്ന്. പിന്നെ സാറ് മാത്രമല്ല, വളരെ ഒരു നമ്മുടെ വീട്ടിലൊക്കെ പോലെ തന്നെയായിരുന്നു ലൊക്കേഷൻ. ഒരു പ്രത്യേകിച്ചൊരു നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുന്നതായിട്ടൊന്നും തോന്നിയിട്ടില്ല. വളരെ ജോളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഊട്ടിയിൽ. ഷൊറാം പാലസ് എനിക്ക് വെക്കേഷൻ അല്ലേ. ഇപ്പോൾ 11 വയസ്സിൽ ഊട്ടിയിൽ നമ്മൾ ഊട്ടി കണ്ടപ്പോൾ എത്ര വയസ്സാണ് ഞാൻ പിന്നെ ആലോചിക്കുന്നത്. ഒരു രസമല്ലേ, ഒരു നല്ലൊരു വെക്കേഷൻ മാതിരി. സാറിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്. അതെനിക്കും ഫീൽ ചെയ്തതാണ്. നമ്മുടെ എതിരെ നിന്ന് ഞങ്ങൾ തമ്മിൽ എൻ്റെ ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ടും എന്നെ സ്നേഹത്തിൽ ശകാരിക്കുകയും ചെയ്യുന്ന കഥാപാത്രമാണ്. അപ്പോൾ ഏതും അറിയത്തില്ല. അപ്പോൾ എൻ്റെ മുമ്പിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ഓർക്കും വിവാഹിതയിൽ നിക്കറ് കിട്ടുമെന്ന് അഭിനയിച്ച ഒരു പയ്യൻ ഇപ്പോൾ വന്ന് നമ്മുടെ ഒരു വികാരങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു മസിൽമാൻ്റെ റോള് മാതിരിയാണ് അതിനകത്തുള്ളത്. ഡ്രൈവറും കൂടെ ആണല്ലേ? ഡ്രൈവറാണ്, ശാസിക്കുന്ന ആളാണ് സാർ, അത് ചേരുമെന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് അന്നത്തെ ആ ഒരു എവല്യൂഷൻ ഒരു വ്യക്തിയുടെ എന്ന് പറയുന്നത്. അത് അങ്ങനത്തെ മാറ്റങ്ങൾ നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു സിനിമയിലാണെന്ന് തോന്നുന്നു സാർ, അല്ലേ? ഞാൻ പത്രക്കാരനായ സമയത്ത് ഞാൻ അപൂർവ രാഗങ്ങൾ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, ബാലചന്ദ്രൻ്റെ. അദ്ദേഹത്തിൻ്റെ സെറ്റിൽ പോയി. അന്നവിടെ ശ്രീവിദ്യയുണ്ട്, കമൽഹാസനുണ്ട്, രജനീകാന്തിൻ്റെ തുടക്കമാണ്. അതായത് ശിവാജി റാവു എന്ന് പറയുന്നതാണ് രജനീകാന്തിൻ്റെ പേരിട്ട്. അയാൾ നല്ല യൂസ് ലുക്കിംഗ് വെരി ഡാർക്ക്, ഒരു താടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഷാബി ലുക്ക്. പുള്ളി ഒരു മൂലയിൽ ഇങ്ങനെ ഒരു കസേര ഇങ്ങനെ ഇരിപ്പുണ്ട്. കമൽഹാസന് ചുറ്റും ഫ്ലാഷസ് ആണ്. കമൽഹാസൻ ഈസ് ലുക്കിംഗ് ലൈക്ക് എന്താ പറയുക, നല്ല ഫെയർ, ചുവന്ന ചുണ്ടുകളും. അന്ന് എത്ര വർഷത്തെ കാര്യമാണ്. അയാൾക്ക് ചുറ്റുമാണ് ഈ ഫിലിം ഫെയറിൻ്റെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഫോട്ടോ സെഷനൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പം ദിസ് മാൻ ഈസ് ബീങ് ഇഗ്നോർഡ്. അത് ശ്രദ്ധിക്കുന്ന പോലുമില്ല. അപ്പം തിരിച്ച് കാറ് വരുമ്പം എനിക്കൊന്ന് ശ്രീവിദ്യ, ഞാനൊരു കാറിലാണ് ടൗണിലേക്ക് വന്നത്. ഞാനിങ്ങനെ ചോദിച്ചു, പിന്നെ ഇങ്ങനെ ഇവിടെ ഒരു പുതുമുഖത്തെ കണ്ടല്ലോ, ഇപ്പോൾ ഓർത്തതാണ്. നിങ്ങളുടെ പേര് ഇതാണ്, ബാലചന്ദ്ര സാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഞാൻ ചുമ്മാ പറഞ്ഞാൽ പത്രക്കാരെ പുള്ളി മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. ദെൻ ഷീ സെഡ്, നോക്കുള്ളൂ, ഞാൻ ഒരു സീനെ അഭിനയിച്ച് കണ്ടുള്ളൂ, ഹീ ഈസ് ഗോയിങ് ടു ബി എ സൂപ്പർ സ്റ്റാർ എന്ന് അവരെന്ന് പറഞ്ഞ് ഇന്ന് ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെ ഇരുന്ന ആൾ പിന്നെ എന്തായി? നമുക്ക് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും ആൾക്കാരുടെ അടുത്ത്, ഒരാളെയും സിനിമയിലും രാഷ്ട്രീയത്തിലും പുച്ഛിക്കരുത്. ഇവൻ ഏത് വഴിയാണ് കയറി വരുമെന്ന് പറയാൻ ഒക്കത്തില്ല. അത് പല രൂപത്തിൽ നിൽക്കുമ്പോഴാണ് ഇതാണല്ലോ പഴയ ആളെന്ന് ചിന്തിക്കുക. യദുവിനൊക്കെ പിന്നെ അങ്ങനെ ഒരു അല്ലേ, തുടക്കം തൊട്ട് വളരെ ചെറുപ്പത്തൊട്ടേ സിനിമ മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ട് പിന്നീട് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിച്ചുകൊണ്ടൊക്കെ തീർച്ചയായിട്ടും അങ്ങനെ വലിയൊരു വളർച്ച ഒരു ഭാവി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. വളരെ ഓക്കെ.